അപ്പം നമ്മളുടേത് പുതിയ സിലബസ് ആണല്ലേ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2025-26 നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രവർത്തനം 1, വരക്കാം കണ്ടെത്താം. സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരക്കലായിരുന്നു ആദ്യം ഒരുക്കിയത്. അവർ അങ്ങോട്ടേക്കെത്തി. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. വരൂ ചിത്രം വരക്കാം. ക്വസ്റ്റ്യൻ എ, വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരക്കൂ. വട്ടവും ചതുരവും ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴിയുന്നല്ലേ. വട്ടം എന്ന് പറഞ്ഞാൽ ഇത് ചതുരം അല്ലേ. ചതുരവും ഉപയോഗിച്ചിട്ട് ചതുരം ഇതെന്താണ്, സമചതുരമാണ്. പിന്നെന്താണ്, ത്രികോണമുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം ചതുരവും വട്ടവും ഉപയോഗിച്ചിട്ട് ചിത്രം വരക്കാനാണ്. അപ്പോൾ വട്ടം വെച്ചിട്ട് തല വരക്കാം അല്ലേ. ചതുരം വെച്ചിട്ട് നിങ്ങൾക്ക് ബോഡി വരക്കാം അല്ലേ. ഹാൻഡും ലെഗും ഒക്കെ അല്ലേ, കൈയും കാലൊക്കെ ചതുരം വെച്ചിട്ട് വരച്ചിട്ട് ഒരു കുട്ടിയുടെ ചിത്രം വരക്കാം അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രം വരക്കുക. ബി ക്വസ്റ്റ്യൻ, നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച ചിത്രത്തിൽ എത്ര ചതുരമുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് എഴുതുക. സി, ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിൽ പ്രത്യേകത അല്ലാത്തതിന് തെറ്റിടുക. ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തതിനാണ് തെറ്റിടേണ്ടത്. 4 വശമുണ്ട് അല്ലേ. ചതുരത്തിന് 4 വശമുണ്ട്, ശരിയാണ്. 4 മൂലയുണ്ട്, 4 മൂലയുണ്ട്. എതിർവശങ്ങൾ ഒരേ അളവല്ല, അതാണ് തെറ്റ്. എതിർവശങ്ങൾ ഒരേ അളവാണ് അല്ലേ. എതിർവശങ്ങൾ ഒരേ അളവാണ്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. എതിർവശങ്ങളിലെ നമ്മുടെ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്, എതിരെയുള്ള വശങ്ങളിൽ ഓപ്പോസിറ്റ്. ഈ സൈഡ് തന്നെ ആയിരിക്കും ഈ സൈഡിലെ. ഇത് 4 ആണെങ്കിൽ ഇതും 4 ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എതിരെയുള്ള വശവും 2 തന്നെ ആയിരിക്കും. അപ്പോൾ എതിർവശങ്ങൾ തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഒരേ അളവല്ല എന്നുള്ളതാണ് തെറ്റിലെ. പ്രത്യേകത അല്ലാത്തതിന് തെറ്റിടുക. ഡി, വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്. എത്ര ചതുരങ്ങളുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയില്ലേ. ചതുരത്തിൻ്റെ എണ്ണമാണ് എഴുതേണ്ടത്, സമചതുരമല്ല. ചതുരങ്ങളുടെ എണ്ണം എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതുക. രണ്ടാമത്തെ പ്രവർത്തനം 2 എ, വരൂ സമ്മാനം നേടാം. പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വച്ചിട്ടുണ്ട്. അതനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും അല്ലേ. ഇതനുസരിച്ചിട്ട് നമ്മൾ ഈ സ്ട്രിപ്പിൽ എന്താണ് സംഖ്യ എഴുതിയാൽ നമുക്ക് സമ്മാനം കിട്ടും. മീരക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ. ഇതാണ് കുറിപ്പുകൾ അല്ലേ. അതനുസരിച്ച് സംഖ്യാ ട്രിപ്പിൽ എഴുതി സംഖ്യ കണ്ടെത്തൂ. ഇതനുസരിച്ചിട്ട് ഈ സ്ട്രിപ്പിൽ നമ്മൾ ഏതാണ് സംഖ്യ. 3, 100, 8, 10, 5000, 4, 1. ഇത് ഏതാണ് സംഖ്യ. 3 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 100 100 2 100 ആകുമ്പോൾ 200 ആകും. 3 100 300 ആണ് അല്ലേ. 300s ആണ്. 3 100 അല്ലേ. 3 × 100 അല്ലേ. 3 100 എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൂജ്യങ്ങൾ വരുന്ന സംഖ്യകൾ ഗുണിക്കാൻ എന്താണ് എളുപ്പവഴി ഉണ്ടല്ലേ. 3 × 1 സംഖ്യകൾ തമ്മിൽ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക അല്ലേ. 3 × 1 3 ആണ്. പിന്നെ എത്ര പൂജ്യങ്ങളുണ്ടോ അത് ഇട്ട് കൊടുക്കുക അല്ലേ. 1 2 അല്ലേ. 2 പൂജ്യമാണുള്ളത്. അപ്പോൾ 300. അപ്പോൾ 300 കിട്ടി. ഇനി 8 10 അല്ലേ. 8 10 ആണുള്ളത്. അതായത് 8 × 10 8 × 10. അതായത് നമ്പേഴ്സിലെ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കുക. 8 × 1 എന്താണ്, 8 തന്നെയാണ്. പിന്നെ എത്ര പൂജ്യം ഉണ്ടല്ലേ, ഒരു പൂജ്യമാണുള്ളത്. അപ്പോൾ 80. ദെൻ 5000 അല്ലേ. 5000 ഉണ്ട്. 5 × 1000 അല്ലേ, 1000 അല്ലേ. 5000 എന്ന് പറഞ്ഞാൽ 5000 ആണല്ലേ. 5 × 1 5 ആണ്. പിന്നെ എത്ര പൂജ്യങ്ങളാണുള്ളത്, 1 2 3 അല്ലേ. 3 പൂജ്യമുള്ളത്. അപ്പോൾ 5000. 4 1 4 × 1 എന്താണ്, 4 തന്നെയാണ്. അപ്പോൾ ഇതേതാണ് സംഖ്യ. ഇതെല്ലാം പാടെ കൂട്ടിയാൽ നമുക്ക് സംഖ്യ കിട്ടും. എല്ലാം ആഡ് ചെയ്താൽ 4835 അല്ലേ. 5384. 5000 എന്ന് പറയുമ്പോൾ 5000. 3 100 എന്ന് പറഞ്ഞാൽ 300. 8 10 80. 4 1 4 അല്ലേ. 5384 അല്ലേ. ഇവിടെ തന്നെ പെട്ടെന്ന് കിട്ടുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ എഴുതി നോക്കേണ്ടവർക്ക് എഴുതി നോക്കാം അല്ലേ. 4000 എന്ന് പറഞ്ഞാൽ 4000. 3 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 ചേർന്ന സംഖ്യ 4030 അല്ലേ. 4000 എന്ന് പറഞ്ഞാൽ 4000 അല്ലേ. 4 × 1000 അല്ലേ. 4000. 3 10 എന്ന് പറഞ്ഞാൽ 30 അല്ലേ. അപ്പോൾ 4000വും 30 അല്ലേ. 4000 + 30 അല്ലേ. 3 40 4030 അല്ലേ. ഒറ്റ 10 100 1000 4030 ആണ്. അപ്പോൾ ഇവിടെ 4030 എന്ന് എഴുതുക. ആദ്യത്തെ സംഖ്യ എത്രയാണ്, 5384. അപ്പോൾ 2 സംഖ്യകളും നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് 25 100 അല്ലേ. 25 100 എന്ന് പറയുമ്പോൾ 25 × 100. 25 × 100 എത്രയാണ്, 25 × 1 അല്ലേ. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 25. ഇനി എത്ര പൂജ്യമുള്ളത്, 2 പൂജ്യം. അതായത് 2500 ആണ്. പിന്നെ എത്രയുള്ളത്, 8 10 അതായത് 80 അല്ലേ. അത് 500. 8 10 80. 4 1 4 4 8 5 2 2584. ഇതാണ് സംഖ്യ അല്ലേ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്കമുള്ള സംഖ്യ ഏതാണ്. 4 അക്കം എന്ന് പറയുമ്പോൾ 1 2 3 4 ഇതൊരു സംഖ്യയാണോ, അല്ല. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണ് അല്ലേ. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്, 100 അല്ലേ. ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ 10. ഏറ്റവും ചെറിയ 1 അക്ക സംഖ്യ 1 അല്ലേ. 2 അക്കം 3 അക്കം 4 അക്കം.
അപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ എന്ന് പറയുമ്പോൾ 1000 1 പോലെ എത്ര 999 അല്ലേ. 999 കഴിഞ്ഞിട്ടല്ല 1000 999 അല്ലേ. അതിലേക്കൊന്ന് കൂട്ടിയാൽ 1000. അപ്പോൾ 1000 1 കുറഞ്ഞാൽ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ നിന്ന് 1 കുറഞ്ഞാൽ 999. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യയിൽ 1 കുറഞ്ഞാൽ 100 1 കുറഞ്ഞാൽ 99 അല്ലേ. ഇതിൽ ബി ക്വസ്റ്റ്യൻ 2160 കുറിച്ച് ശരിയായത് ഏത്? 2000 6 10 2000 60 10 2000 16 10 2000 16 100. 2000 6 10 2060 വരികയുള്ളൂ. 2160 വേണം അല്ലേ. 2000 60 10 2060 10 എന്ന് പറയുമ്പോൾ 60 × 10 എത്രയാണ് അല്ലേ 6 2 0 അല്ലേ. 6 × 1 6 2 0 600. അപ്പോൾ 2600 വരികയുള്ളൂ. അതുമല്ല പിന്നെന്താണ് നെക്സ്റ്റ് 2000 16 10 16 10 എന്ന് പറയുമ്പോൾ 16 × 10 എത്രയാണ് 16 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ 16 × 1 16 തന്നെയാണ്. പിന്നെ ഒരു 0 ഉള്ളത് അത് 160. 2000 ഉണ്ടല്ലേ 2000 പ്ലസ് 16 10 നമുക്ക് 160 കിട്ടി. അപ്പോൾ അതെത്രയാണ് 2160 അല്ലേ. നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പ്രവർത്തനം 2 ബി ക്വസ്റ്റ്യൻ സംഖ്യയുണ്ടാക്കാം. സാന്ദ്രക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ. ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രതയുടെ കയ്യിലുള്ള സംഖ്യയാകും? 6475 അല്ലേ. ഇതിലേതൊക്കെ സ്ട്രിപ്പുകൾ എടുക്കണം നമ്മൾ? 6475 ആവാൻ ഒന്ന് നമുക്ക് ഏതെടുക്കാം 6000 അല്ലേ. 6000 എന്ന് പറയുമ്പോൾ 6000 വേണം. 425 400 വേണം. 75 ഒരു 70 5 വേണം അല്ലേ. 70 5 വേണം അല്ലേ. 6475 ഓക്കെ. അപ്പോൾ ഈ സ്ട്രിപ്പുകളൊക്കെ അവിടെ എഴുതുക. ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സംഖ്യാ ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ. നാലക്ക സംഖ്യ ഏറ്റവും വലുതാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സംഖ്യാ ട്രിപ്പുകളാണ് തന്നിട്ടുള്ളത്? അപ്പോൾ ഈ കാർഡാണെങ്കിലേ കാർഡിലുള്ള സംഖ്യയാണെങ്കിൽ ഏറ്റവും വലുത് ഏതാണ്? കാർഡിലുള്ളതാണ് ചോദിച്ചെങ്കിൽ ആദ്യം നമ്മൾ ഏറ്റവും വലുത് എഴുതുക അല്ലേ. 7 ആണ് ഏറ്റവും വലുത്. ദെൻ 6 ദെൻ 5 ഏറ്റവും ചെറുത് 4. ഇതാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ. ചെറുത് ചോദിച്ചാൽ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക. ദെൻ എന്താണ് അതിനേക്കാളും വലുതിലേക്ക് ഇങ്ങനെ എഴുതുക. ഇതാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അല്ലെ ഈ കാർഡിലുള്ളത്. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചത് ഈ സംഖ്യാ ട്രിപ്പുകളിൽ ഈ തന്നിരിക്കുന്ന സംഖ്യാ ട്രിപ്പുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ നാലക്ക സംഖ്യയാണ്. ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വലുത് ആദ്യം എടുക്കണം അല്ലേ. ഏറ്റവും വലുത് അല്ലേ. നമ്മളിവിടെ 7000 ആണ് ആദ്യം എടുത്തത് അല്ലേ. 7600 500 4 അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ 4 ഡിജിറ്റ് ആദ്യം എടുക്കണം. പിന്നെ ഏറ്റവും വലിയ 3 ഡിജിറ്റ് എടുക്കണം. ദെൻ 2 ഡിജിറ്റ് ഏറ്റവും വലുത് എടുക്കണം. ദെൻ എന്താണ് ഏറ്റവും വലിയ 1 ഡിജിറ്റ് എടുക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 9000 അല്ലേ. 900 ആണ്. അപ്പോൾ 900 എടുക്കാം. ദെൻ ഏതാണ് ഏറ്റവും വലിയ 3 ഡിജിറ്റിലെ 3 അക്ക സംഖ്യ 4 6 700 ഉണ്ടോ? ഇല്ല 800 ഉണ്ടല്ലേ. ഏറ്റവും വലുത് 800 800 ആണ്. അപ്പോൾ നമുക്ക് ആ 800 എടുക്കാം. ദെൻ 2 ഡിജിറ്റ് ഏതാണ്? 2 ഡിജിറ്റ് 70 ഉണ്ട് 90 ഉണ്ട്. ഓക്കെ 90 ഉണ്ട്. 90 എടുക്കാം ഏറ്റവും വലുത്. ദെൻ ഏറ്റവും വലിയ 1 ഡിജിറ്റ് ഏതാണ്? 6 അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് 6 ആണ് കിട്ടുക അല്ലേ. 6 എടുക്കാം. അല്ലെങ്കിൽ എന്താണ് 5ഉം 4ഉം എടുത്ത് അതിനേക്കാളും വലുത് കിട്ടിയില്ലേ 1 ഡിജിറ്റ്. 5ഉം 4ഉം എത്രയാണ്? 9 കിട്ടും അല്ലേ. അപ്പോൾ 5ഉം 4ഉം അല്ലേ ഇത് രണ്ടും എടുത്താൽ നമുക്ക് 9 കിട്ടും അല്ലേ. ഏറ്റവും വലിയ 1 ഡിജിറ്റിൽ. അപ്പോൾ ഏറ്റവും വലുത് കിട്ടണം അല്ലേ. 6 എടുക്കുകയാണെങ്കിൽ 6 കിട്ടുകയുള്ളൂ. അപ്പോൾ ഏറ്റവും വലുത് അതിനേക്കാളും വലുത് 4ഉം 5ഉം എടുത്താൽ നമുക്ക് 9 കിട്ടും ഇല്ലേ. അപ്പോൾ അതെടുക്കുക. വീണ്ടും 9 8 9. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ കിട്ടിയില്ലേ നാലക്ക സംഖ്യ. സി അബാക്കസിലെ 1000ൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്ത് ഇടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ്? 1000 അല്ലേ. 1 10 100 1000 അല്ലേ. അപ്പോൾ ഈ 1000ൻ്റെ സ്ഥാനത്ത് നിന്നും എന്താണ് ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനം ഇവിടേക്ക് ഇടുക. അപ്പോൾ ഇവിടുന്ന് ഒന്ന് എടുത്തു അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒന്ന് പോയി അല്ലേ എൻ്റെ ഉത്തരം. അപ്പോൾ ഏതാണ് സംഖ്യ ഏതാണ്? ഒന്ന് എടുത്തിട്ടാണ് ഇങ്ങോട്ട് ഇട്ടത്. അപ്പോൾ 1 2 3 അല്ലേ. ഇവിടെ 3 ഉണ്ടാകും. ഇവിടെ ഒന്നുമില്ല. 100ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ 0 അല്ലേ. 10ൻ്റെ സ്ഥാനത്ത് 1 ഉണ്ട്. അപ്പോൾ 1 ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല. അതായത് 0. 3010 ആണ് ഉത്തരം. ഡി അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ അബാക്കസിലുള്ള ആദ്യ സംഖ്യ എത്രയായിരുന്നു? ഇവിടെ എത്രയാണ്? 1 2 3 4 അല്ലേ. 4000 ആയിരുന്നു. ആദ്യത്തെ അബാക്കസിലുള്ള സംഖ്യ എത്രയാണ്? 4000. ഇപ്പോൾ ഉള്ളതില്ലേ നമ്മുടെ ഉത്തരത്തിന് 3010 അല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. അപ്പോൾ 0 നിന്ന് 0 പോയാൽ 0, 0 നിന്ന് 1 പോവില്ല ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തൊട്ടയാളത്ത് നിന്ന് കടം ചോദിക്കും. അയാളടുത്ത് ഒന്നുമില്ല. അപ്പോൾ അടുത്ത ആളിൽ നിന്ന് കടം ചോദിക്കും അല്ലേ. അപ്പോൾ 4 ആണ്. അപ്പോൾ 4 ഇയാൾക്ക് 1 കൊടുക്കും. 1 കൊടുക്കാനായി 0ൻ്റെ അടുത്ത് പോയി നിൽക്കും അല്ലേ. അപ്പോൾ ഇത് 10 ആയി. 4 1 കൊടുത്താൽ ഇത് 3 ആയി അല്ലേ. അപ്പോൾ നമ്മൾ 10 നിന്ന് വീണ്ടും ഇവിടേക്കൊന്ന് കൊടുക്കും. അപ്പോൾ ഇയാളടുത്ത് പോയി നിൽക്കും. ഇതൊന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഇത് 9 ആയി. 10 നിന്ന് 1 പോയാൽ 9, 9 നിന്ന് 0 പോയാൽ 9, 3 നിന്ന് 3. അപ്പോൾ 990 ആണ് ആൻസർ കിട്ടുക അല്ലേ. ഡിഫറൻസ് ആണ് ചോദിച്ചത്, തമ്മിലുള്ള വ്യത്യാസം.
5083 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു സംഖ്യയാണ്? ശരിയുത്തരത്തിന് ശരി അടയാളപ്പെടുത്തുക. 5083 ഇതാണ്, അതിന് ടിക്കിടുക. പ്രവർത്തനം 3 എത്ര പ്രവർത്തനം 3 എത്ര മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിയായി നിന്നു. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13ാമതാണ്. ക്വസ്റ്റിനെ വരിയിൽ എത്ര പേരുണ്ട്? അല്ലേ, മീരയുടെ സ്ഥാനം എന്താണ്? മുന്നിലും പിന്നിൽ നിന്നും രണ്ട് ഭാഗത്തു നിന്ന് എണ്ണിയപ്പോഴും 13ആണ്. അങ്ങനെയാണെങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അല്ലേ, മീര ഇപ്പോൾ നടുവിലാണെങ്കിൽ മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ അല്ലേ, നമ്മൾ മുന്നിൽ നിന്ന് ഇങ്ങനെ എണ്ണുമ്പോൾ മീരയുടെ സ്ഥാനം 13ആണ്. അല്ലേ, ഇത് മീരയാണ്. അല്ലേ, അപ്പോൾ ബാക്ക് നിന്നെണ്ണണം അല്ലേ, രണ്ട് സ്ഥാനത്ത് നിന്നും അല്ലേ, പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ബാക്ക് നിന്നുമ്പോഴും 13ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം അല്ലേ, ഇവിടെ 12 ആളുകൾ ബാക്കിൽ ഉണ്ടാവണം, എന്നാലല്ലേ മീരയുടെ സ്ഥാനം ബാക്ക് നിന്നുമ്പോൾ 13 ആവുകയുള്ളൂ. മുന്നിൽ നിന്ന് നമ്മൾ എണ്ണുമ്പോൾ 13 ആവണമെങ്കിൽ ഇവിടെ മുന്നിലും 12 ആളുകൾ ഉണ്ടാവണം, എന്നാലേ 13 ആവുകയുള്ളൂ അല്ലേ. ഇവിടെ 12 ആളുകൾ വേണം അല്ലേ, 12 ആൾ. മീരയുടെ സ്ഥാനം നമ്മൾ മുന്നിൽ നിന്ന് എണ്ണി നോക്കൂ അല്ലേ, 12 കഴിഞ്ഞിട്ട് 13 ആയി. ഇവിടെ 12 ആളുകളുണ്ട്, അപ്പോൾ മീരയുടെ സ്ഥാനം ബാക്ക് നിന്നുമ്പോഴും 13ആണ്. രണ്ട് ഭാഗത്ത് നിന്നുമ്പോഴും 13 കിട്ടണം അല്ലേ, മീര നടുവിലാണ്. അതുകൊണ്ടാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13 കിട്ടിയത്. അപ്പോൾ ആകെ എത്ര പേരുണ്ട് അല്ലേ, ബാക്കിൽ 12 ആൾ അല്ലേ, ബാക്കിൽ 12 മുന്നിലും 12 അല്ലേ, 12 എത്രയാണ്? 24 അല്ലേ, 2 2 4 1 1 2. പിന്നെ മീരയും ഉണ്ട് അല്ലേ, മീരയെ കൂട്ടാതെയാണ് ഇവിടെ മുന്നിൽ 12 ആളും ബാക്കിൽ 12 ആളും. മീരയോട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അല്ലേ, 1 അല്ലേ, ഇപ്പോൾ 25 20. അപ്പോൾ 25 എത്ര പേരുണ്ട്? 25 25. ബി ക്വസ്റ്റ്യൻ ആദ്യം നിന്ന മിത്രക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? നമ്മൾ ആദ്യം മീരയുടേത് എന്താണ് 13ാമത്താണ്. മിത്രക്ക് കിട്ടിയത് ആദ്യം നിന്നത് മിത്രയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആളാണ് മിത്ര. മിത്രക്ക് കിട്ടിയത് 2789 ആണെങ്കിൽ അല്ലേ, അവസാനം നിൽക്കുന്ന സാന്ദ്ര അല്ലേ, നടുവിലാണ് നമ്മുടെ മീര ഉള്ളത് അല്ലേ, മൂന്ന് കുട്ടികളാണ് അല്ലേ. അപ്പോൾ സാന്ദ്രക്ക് കിട്ടുന്നതിൽ അവസാനത്തുള്ള സാന്ദ്രക്ക് എത്രയായിരിക്കും കിട്ടുക? അപ്പോൾ അവസാനം എന്ന് പറയുമ്പോൾ ഏതാണ്? ഏറ്റവും ലാസ്റ്റിലല്ലേ, ആകെ 25 കുട്ടികളാണ്. ആ 25ാമത്തെ അല്ലേ, ഏറ്റവും ലാസ്റ്റിലുള്ള അവസാനത്തെ കുട്ടിയാണ് സാന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ 25ാമത്തെ ടിക്കറ്റ് നമ്പർ എടുക്കണം അല്ലേ. ഒന്നാമത്തെ ടിക്കറ്റ് നമ്പർ ഇതാണെങ്കിൽ രണ്ടാമത്തത് 1 ആഡ് ചെയ്തത്, മൂന്നാമത്തത് 2 ആഡ് ചെയ്യണം അല്ലേ, ഒന്നുകൂടി ആഡ് ചെയ്യണം. അങ്ങനെ 25ാമത്തെ പറയുമ്പോൾ 25 നമ്പേഴ്സ് ആഡ് ചെയ്യണം അല്ലേ. 25 ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? നമ്മൾ 9 5 എത്രയാണ്? 9 10 11 12 13 14 4 ശിഷ്ടം 1 1 8 9 10 11 1 ശിഷ്ടം 1 1 7 8 2 അല്ലേ, 2814 ആയിരിക്കും ആരുടേത്? അവസാനം നിന്ന സാന്ദ്രയുടെ നമ്പർ. സി, നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയായി 500ൻ്റെ നോട്ടുകളാണ് കയ്യിലുള്ളത്. ടിക്കറ്റിൻ്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം? നിൽക്കാതെ 2500 രൂപ, 500ൻ്റെ നോട്ടുകൾ. എത്ര 500 ചേർന്നതാണ്? 2500. 500 500 1000 അല്ലേ, 2 500 1000, 4 500 2000, 5 500 2500 അല്ലേ, 5 500 എടുക്കണം. ഡി, മനുവിൻ്റെ കയ്യിലുള്ള സംഖ്യാകാർഡുകൾ നോക്കൂ. വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വരച്ചതേതെന്ന്? ചെറിയത്തരത്തിന് ശരി അടയാളമിടുക. വലുതിൽ നിന്നും ചെറുതിലേക്ക്. അപ്പോൾ വലുതിൽ നിന്നും ചെറുതിലേക്ക് വലുത് ഏറ്റവും വലുത് ഏതാണ്? ഇതിൽ 4000 ആണ്. ഏറ്റവും വലിയ സംഖ്യ 4 ആണ്. നെക്സ്റ്റ് 4800 ആണ്. 4300 ആണോ വലുത്? 4863 ആണ്. ഒക്കെ 4000. അപ്പോൾ ഇത് രണ്ടുമാണ് 4863 തുടങ്ങുന്നത്. നെക്സ്റ്റ് 4368, രണ്ടും അത് തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്? 3864 ആണോ വലുത്? 3648 ആണോ? 3864 ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയിൽ ഇതാണ് ശരിയായിട്ടുള്ളത്. ഏറ്റവും വലുതിൽ നിന്ന് ഇങ്ങനെ ചെറുതിലേക്ക് അല്ലേ. ഇവിടെ നോക്കൂ, ഇതിനേക്കാളും വലുതാണ് ഇവിടെ കൊടുത്തത് അല്ലേ. വലുതിൽ ഇവിടെ ചെറുതാണല്ലേ ഇവിടെ ഉള്ളത്, ചെറുതിൽ നിന്നും വലുതിലേക്ക് പോയില്ലേ. 3648 ആണോ വലുത്? 3864 ആണോ വലുത്? ഇതാണ് വലുത്. അപ്പോൾ വലുതിൽ നിന്ന് ഇങ്ങനെ ചെറുതിലേക്ക് പോകണം. ഏറ്റവും ചെറുത് ഇതാണ്. അപ്പോൾ ബി ആണ് ഇത്, രണ്ടാമത്താണ് കറക്റ്റായിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ. അപ്പോൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഈ അറ്റത്താണ്, ഇവിടെ ഈ അറ്റത്തായി, പിന്നെ ഈ അറ്റത്തായി. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? ഈ അറ്റത്തായിരിക്കും അല്ലേ. അപ്പോൾ ഈ അറ്റത്തൊരു സർക്കിൾ വരച്ചിട്ട് ഈ ചിത്രം പൂർത്തിയാക്കുക. നെക്സ്റ്റ് അടുത്തതിലിട്ടോ ഇവിടെ വരക്കണം. നെക്സ്റ്റ് തുടർന്ന് വരുന്ന ചിത്രത്തിന് ടിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ചിത്രം ഏതാണ്? ഇതാണ് അല്ലേ. ആദ്യം ഇവിടെ ഈ അറ്റത്തായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറി രണ്ടാമത്തേലേക്ക്, പിന്നെ മൂന്നാമത്തേലേക്ക് മാറി, പിന്നെ ഈ നാലാമത്തേത് ഈ അറ്റത്താണ് വരേണ്ടത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. പ്രവർത്തനം 4 കാറോട്ട മത്സരം. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. മീരക്ക് റൗണ്ട് 1 കിട്ടിയത്, മിത്രക്ക് റൗണ്ട് 1 കിട്ടിയതും റൗണ്ട് 2 രണ്ടാൾക്കും കിട്ടിയതും കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റ് എത്ര? ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റിലെ അപ്പോൾ മീരക്ക് കിട്ടിയത് ഇതാണ് അല്ലേ, റൗണ്ട് 1 2 റൗണ്ട് 2 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഴുതുക അല്ലേ, കൂട്ടി നോക്കുക. മിത്രക്ക് കിട്ടിയ പോയിന്റ് കിട്ടാൻ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എഴുതുക. ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും കൂടുതൽ പോയിന്റിലെ. എത്ര കൂടുതലാണ് കിട്ടിയത് അല്ലേ, അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നിങ്ങൾക്കില്ലേ കുറച്ച് നോക്കിയാൽ കിട്ടും. പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ചുവടെ തന്നതിൽ നിന്നും കണ്ടെത്തി എഴുതൂ. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്?
1000, 1200, 1450, 1750. നെക്സ്റ്റ് എന്തായിരിക്കും? അപ്പോൾ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം അല്ലേ. ഇവിടെ 1000 ഉണ്ട്, ദെൻ 1200 ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 200 ആണ്. ദെൻ എന്താണ്? 1200 നിന്നും 1450 അല്ലേ. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 1450 നിന്നും 1200 മൈനസ് ചെയ്യുക അല്ലേ. ഇവിടുത്തെ ഡിഫറൻസ് കിട്ടാൻ അല്ലേ, വ്യത്യാസം കിട്ടാനില്ല. 1200 നിന്നും 1000 പോയാൽ എത്രയാണ്? 200 അല്ലേ. ഇവിടെ 200 ആഡ് ചെയ്തത്. ഇവിടേക്ക് എത്ര കൂട്ടിയിട്ടുണ്ട് അല്ലേ? എത്ര കൂട്ടിയിട്ടുണ്ട്? 200. അതറിയാം. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യല്ലേ, കുറച്ച് നോക്കുക. 1450 നിന്നും 1200 പോയാൽ എത്രയാണ്? 0 നിന്നും 5 0 പോയാൽ 5 തന്നെയാണ്. 4 2 പോയാൽ 2, 1 പോയാൽ 0. 250 ഇവിടെ ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് 1750 നിന്നും 1450 മൈനസ് ചെയ്ത് നോക്കുക. 1750 നിന്നും 1450. ഓക്കെ, 7 4 പോയാൽ എത്രയാണ്? 3 അല്ലേ. 3 1 പോയാൽ 0, 300 അല്ലേ. അപ്പോൾ അടുത്ത ഡിഫറൻസ് 300, 300 ആണ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 350 അല്ലേ. 200, 250 അല്ലേ. 200 ആഡ് ചെയ്ത അടുത്തത് നമ്പർ. നെക്സ്റ്റ് 250 ആഡ് ചെയ്തതാണ് നമ്പർ. നെക്സ്റ്റ് 300 ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇനി 350 ആഡ് ചെയ്ത നമ്പർ ആയിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത്. 350 കൂട്ടിയ നമ്പർ. അപ്പോൾ ഇതിനോട് 350 കൂട്ടി നോക്കുക അല്ലേ. 1750നോട് 350 കൂട്ടിയാൽ എത്രയാണ്? 0 0 0, 5 5 10 0, ശിഷ്ടം 1, 1 7 8 9 10 11 അല്ലേ. 11 1, ശിഷ്ടം 1, 1 1 2, 2100 എന്നുള്ള ആൻസർ ഏതാണ് അല്ലേ? നാലാമത്തതാണ്. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ളത് പാറ്റേൺ. അപ്പോൾ നിങ്ങൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ ഒരു പൊതുവായിട്ടുള്ള ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടെത്തണം അല്ലേ. ഇവിടുന്ന് ഇവിടേക്ക് 200 ആഡ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് 250 ആഡ് ചെയ്തിട്ടാണ് ഈ നമ്പർ. 300 ആഡ് ചെയ്തു, 350 ആണ് അപ്പോൾ അടുത്ത ആഡ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് 400 ആഡ് ചെയ്യണം, 450, 500 അങ്ങനെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ 10 ചില ഒരേ സെയിം ഡിഫറൻസ് ആയിരിക്കും ചിലതിനുണ്ടാവുക അല്ലേ. 10 ആഡ് ചെയ്ത് 10 20 30 40 അങ്ങനെ 10 ആഡ് ചെയ്തിട്ട് പോകുന്നതും ഉണ്ടാവില്ലേ. ചിലത് 50 ആഡ് ചെയ്ത് 50 100 150 അങ്ങനെ പൊതുവായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവും അല്ലേ. 200 250 300 350 അങ്ങനെ ആഡ് ചെയ്യും. പ്രവർത്തനം 5 എ ക്വസ്റ്റ്യൻ കളി ഉപകരണങ്ങൾ. സ്കൂളിലേക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി. 5500 രൂപയാണ് കയ്യിലുള്ളത്. വിവര പട്ടിക. ഇനം ക്രിക്കറ്റ് ബാറ്റ് ബോളിൻ്റെ വില 1230, ക്യാരം ബോർഡിൻ്റെ വില, ഹെൽമെറ്റ് ജേഴ്സി ഓരോന്നിൻ്റെയും വില ഇവിടെ തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ വില എഴുതി ആകെ കണ്ടെത്തുക. കയ്യിലുള്ള രൂപ എത്രയാണ്? 5500 ആണ്. ഓക്കെ, അത് ഞാനിവിടെ എഴുതുന്നുണ്ട്, ബാക്ക് അടിക്കാൻ കഴിയില്ലല്ലേ. ഓക്കെ, 5500-നാണ് നമുക്ക് സാധനം വാങ്ങാൻ കഴിയുക. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് ബാറ്റ് ബോളിന് എത്രയാണ്? 1230 ആണ് അല്ലേ. ആകെ തുക കാണാനുണ്ട് അല്ലേ, ആകെ കിട്ടാൻ. ഷട്ടിൽ ബാറ്റ് കോക്കിന് 970 ആണ്. നെക്സ്റ്റ് ക്യാരം ബോർഡിന് എത്രയാണ്? ക്യാരം ബോർഡ് എവിടെ? ക്യാരം ബോർഡ് 1300 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ക്ലോട്ട് ചെയ്തിട്ട് ആകെ അല്ലേ ബാക്കി എത്ര രൂപ ഉണ്ടെന്ന് കാണാനുണ്ട്. അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുക. 7 3 8 9 10, 10 0, ശിഷ്ടം 1 2 3 3 3 6 6 9 9 10 11 12 13 14 15 5, ശിഷ്ടം 1 1 2 3 അല്ലേ. 3500 ആണ് ആകെ തുക. അപ്പോൾ ആകെ തുക 3500. ബാക്കി എത്ര രൂപയുണ്ട്? അപ്പോൾ നമ്മൾ സാധനം വാങ്ങിയത് 3500 ആണ് അല്ലേ. കയ്യിൽ എത്രയുള്ള? 5500 രൂപയാണുള്ളത്. ബാക്കി ഇനി എത്ര ബാലൻസ് ഉണ്ട് അല്ലേ. ഇത്രയും രൂപക്ക് നമ്മൾ സാധനം വാങ്ങി. ഇനി 5500-ലേക്ക് എത്താൻ എത്ര കൂടെ ഉണ്ട് അല്ലേ. അതൊന്ന് മൈനസ് ചെയ്താൽ മതി. 5500-ന്ന് നമ്മുടെ 3500 മൈനസ് ചെയ്താൽ എത്രയാണ്? 5 5 പോയാൽ 0, 5 3 പോയാൽ 2. ഇനി 2000 രൂപ ബാക്കിയുണ്ട് അല്ലേ. ബാക്കി കിട്ടാൻ അതാണല്ലേ. 3500 രൂപക്ക് നമ്മൾ സാധനം വാങ്ങി. നമ്മുടെ കയ്യിൽ 5500 ഉണ്ട് അല്ലേ. ഇനി എത്ര ബാക്കിയുണ്ട് അല്ലേ. 3500 നിന്നും 5500-ലേക്ക് എത്താൻ എത്രയുണ്ട് അല്ലേ. 2000 കൂടി ഉണ്ട് ബാക്കി അല്ലേ. 2000 കൂടി കൂട്ടിയാലാണ് 5500-ലേക്ക് എത്തുക അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ നമുക്ക് എത്ര പൈസ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ വാങ്ങിയ സാധനം അല്ലേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 5 രൂപയുണ്ടെങ്കിൽ എന്താണ് നമ്മൾ 3 രൂപക്ക് മിഠായി വാങ്ങി അല്ലേ. ബാക്കി എത്രയാണ് കടക്കാനും തരിക? 2 രൂപ അല്ലേ. 5-ൽ നിന്ന് 3 മൈനസ് ചെയ്യുകയല്ലേ നമ്മൾ ചെയ്തത്. ടോട്ടലിൽ നിന്ന് ആകെ തുകയിൽ നിന്ന് നമ്മൾ വാങ്ങിയ സാധനം മൈനസ് ചെയ്യല്ലേ, കുറയ്ക്കുക. ആകെ തുകയിൽ നിന്ന് 5-ൽ നിന്ന് നമ്മൾ വാങ്ങിയ മിഠായിയുടെ പൈസ എത്രയാണ്? 3. അത് കുറച്ചാൽ ബാക്കി കിട്ടും 2 ബാക്കി എത്രയുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലേ ആകെ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾ മൈനസ് ചെയ്തു അല്ലേ. കുറച്ച് നോക്കിയപ്പോൾ 2000. ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെ? അപ്പോൾ 2000 രൂപക്ക് നമുക്ക് എന്തൊക്കെ വാങ്ങാം? 2000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങാം അല്ലേ. ഏതൊക്കെ വാങ്ങാം? ഒരു ജേഴ്സി വാങ്ങാം 1050 രൂപക്ക്. പിന്നെ 2000 ആവാനില്ലേ, 2000 ആവുന്നത് വരെ സാധനങ്ങൾ വാങ്ങാം. ഓക്കെ, 2000 ആവുന്നത് വരെ അല്ലേ. 1050-ന് വാങ്ങിയാൽ ബാക്കി എത്ര വാങ്ങാം? 2000 ആവുന്ന ഒരു 920-ൻ്റെ ഇതും വാങ്ങാം അല്ലേ. 2000 രൂപ ആവുന്നത് വരെ ഏതൊക്കെ വാങ്ങാൻ കഴിയുമോ അതിൻ്റെ ഇനം വില അല്ലേ. അത് രണ്ടും എഴുതുക. ഇതിൽ ബി, ഓണം വന്നേ. ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭാഗ്യയും പോയി. 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. വിവര പട്ടിക. ഷർട്ടിൻ്റെ വിലകൾ, പാൻറ്റിൻ്റെ വില എല്ലാം തന്നിട്ടുണ്ട്. ഭാഗ്യക്കും അനിയനും വാങ്ങിയത് നോക്കൂ. ആകെ എത്ര രൂപയായി?
നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. അവരുടെ കയ്യിൽ ആകെ ഉള്ളത് പൈസ 7000 രൂപയാണ്. നമുക്ക് ഭാഗ്യക്ക് അനിയന് വാങ്ങിയത് ആകെ എത്ര രൂപയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ബാക്കി തുക കാണാനുണ്ട്. നേരത്തെ അതേപോലെ തന്നെയാണ് അല്ലേ. ആകെ തുക കാണാൻ എല്ലാം കൂടി ആഡ് ചെയ്യുക. 900 പ്ലസ് 1050 പ്ലസ് 1550 അല്ലേ. 0 5 5 10 0 ശിഷ്ടം 1 9 1 10 10 5 15 5 ശിഷ്ടം 1 1 2 3 അല്ലേ. 3500 ആകെ അല്ലേ. അപ്പോൾ ഈ ആകെ എന്നുള്ളിടത്ത് 3500 എഴുതുക. ദെൻ എന്താണ് ബാക്കി അല്ലേ. ബാക്കി തുക കാണാൻ അല്ലേ. ആകെയുള്ള നമ്മുടെ പൈസയിൽ നിന്നും നമ്മൾ ചിലവാക്കിയതില്ലേ 3500 മൈനസ് ചെയ്യുക. 3500 അല്ലേ. 3500 മൈനസ് ചെയ്താൽ എത്രയാണ്? 0 നിന്ന് 5 പോവില്ല ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ആളെന്ന് കടം ചോദിക്കും. അപ്പോൾ ഈ 0ന് 1 കൊടുക്കാന്ന് പറഞ്ഞാൽ 0ൻ്റെ അടുത്ത് വന്ന് നിൽക്കും. 10 7 എന്താണ് 1 മൈനസ് ആയില്ലേ, കുറഞ്ഞു. അപ്പോൾ അത് 6 അല്ലേ. 1 കൊടുത്തു അല്ലേ, കടം കൊടുത്തു. 10 5 പോയാൽ 5, 6 3 പോയാൽ 3, 3500. ബാക്കി തുക എത്രയാണ്? 3500. അപ്പോൾ 3500 ആണ് 7000 അല്ലേ. നമ്മളൊരു 3500ന് സാധനം വാങ്ങിയാൽ ബാക്കി 3500 ഉണ്ടാവും അല്ലേ. സിമ്പിളായിട്ട് അറിയുന്നവർക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ. 7000 അല്ല 7000 എന്ന് പറഞ്ഞാൽ 3500 3500 അല്ലേ. 3000 എത്രയാണ്? 6000. 6000 500 6500 പ്ലസ് 500 അല്ലേ. അതായത് 7000. അതായത് 3500 ആണ് 7000ൻ്റെ നേർപകുതി അല്ലേ. ഡിവൈഡ് ചെയ്താൽ 3500 രൂപക്കാണ് ആകെ സാധനം വാങ്ങിയത്. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 7000 അല്ലേ. 7000 ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ഇത്രയും രൂപക്ക് സാധനം വാങ്ങിയാൽ ബാക്കി ഒരു 3500 കൂടി ഉണ്ട് ഇല്ലേ. അപ്പോൾ അച്ഛന് ടീഷർട്ടും അമ്മക്ക് സാരിയും വാങ്ങണം. ഇതിന് കയ്യിലുള്ള പണം തികയുമോ? ടീഷർട്ടും സാരിയും. ടീഷർട്ടിൻ്റെയും സാരിയുടെയും വില എവിടെ? അച്ഛനും അമ്മക്കും ടീഷർട്ടും സാരിയും വാങ്ങണം. ഈ 3500ന് ടീഷർട്ടും സാരിയും വാങ്ങാൻ തികയുമോ? ടീഷർട്ടിൻ്റെ സാരിൻ്റെ വില എത്രയാണ്? ടീഷർട്ടിന് 900, സാരിക്ക് 2100. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. തികയുമോ അറിയാൻ വേണ്ടിയിട്ട്. ആഡ് ചെയ്യുമ്പോൾ 9 1 10 0 ശിഷ്ടം 1 3 തികയും ഇല്ലേ. ഒരു 500 രൂപ ബാക്കിയുണ്ടല്ലേ. ഇനി 3500ലേക്ക് എത്താൻ ഒരു 500 രൂപ അല്ലേ. ബാക്കിയുള്ളത് 3500 ആണ് അല്ലേ. ഇനിയും ഒരു 500 രൂപയുണ്ട്. ശരി ഉത്തരത്തിന് ടിക്ക് ചെയ്യുക. തികയും അല്ലേ. ഇനം വില അതൊക്കെ എഴുതുക. ആകെ നമ്മൾ കൂട്ടി അല്ലേ 3000 രൂപയാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് 3500 500 ബാക്കിയുണ്ടല്ലേ. ബാക്കി എത്രയാണെന്ന് ചോദിച്ചാൽ 500 ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ തികയും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസ് മാറിയത് കാരണം ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക. എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ വേറെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലാസ് 4 ഓണം എക്സാം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ.